ഓപ്പോ, വിവോ, റിയൽമി എന്നീ ബ്രാൻഡുകളുടെ പാരന്റ് കമ്പനി ഒന്നാണെന്ന് പറയുന്ന പോലെ ഇൻഫിനിക്സ്, ടെക്നോ, ഐടെൽ എന്നീ ബ്രാൻഡ്സിന്റെയും പാരന്റ് കമ്പനി ഒന്നാണ്, ട്രാൻസിയന്റ് ഹോൾഡിംഗ്സ്. അതുകൊണ്ട് തന്നെ ടെക്നോളജി, റോ മെറ്റീരിയൽസ്, മാനുഫാക്ചറിംഗ് സ്പേസ് ഇതൊക്കെ പലപ്പോഴും ഇവർ തമ്മിൽ ഷെയർ ചെയ്യാറുണ്ട്. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയ ഇൻഫിനിക്സിന്റെ നോട്ട് 50 ടെക്നോ റീബ്രാൻഡ് ചെയ്ത് പോവ കർവ് എന്ന പേരിൽ ഇറക്കിയിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ പ്രൈസിങ്ങും കുറച്ച് കൂടുതലാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ടെക്നോ പോവ കർവിൽ ഇൻഫിനിക്സ് നോട്ട് 50 വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണുള്ളത് എന്നും ഈ ഫോൺ ഇതിന്റെ പ്രൈസിനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടോ എന്നും മനസ്സിലാക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ബോക്സ് കണ്ടന്റ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ ചാർജർ ആൻഡ് കവർ രണ്ട് ബ്രാൻഡ്സും തരുന്നുണ്ട്. ഇതിൽ തന്നെ ക്വാളിറ്റി അല്പം കൂടുതൽ ഇൻഫിനിക്സിന്റെ കവറിനാണ്. ഇനി ഡിസൈൻ നോക്കുവാണെങ്കിൽ നോ ഡൗട്ട്സ് ടെക്നോ ആണ് കുറച്ചും കൂടി പ്രീമിയം ലുക്കിൽ വരുന്നത് വിത്ത് സ്റ്റാർഷിപ്പ് ഇൻസ്പയർഡ് ഡിസൈൻ. പേഴ്സണൽ അഭിപ്രായം പറയുവാണെങ്കിൽ അണ്ടർ 20,000 സെഗ്മെന്റിലെ ബെസ്റ്റ് ലുക്കിംഗ് ഫോൺ ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. ഇനി ബിൽഡ് ക്വാളിറ്റി പരിശോധിച്ചാൽ ഡയമെൻഷൻസിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ഇൻഫിനിക്സിന് മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റിയുടെ സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഡിസ്പ്ലേയെ കുറിച്ച് പറയുവാണെങ്കിൽ രണ്ട് ഫോണിലും ഒരേ ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ 144 ഹേർട്സിന്റെ റീഫ്രഷ് റേറ്റ് പ്രോപ്പർലി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ടെക്നോ ആണ്. ഇൻഫിനിക്സിൽ വെറും 2-3 ആപ്ലിക്കേഷൻസിൽ മാത്രമേ ഈ 144 ഹേർട്സ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പെർഫോമൻസ് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാർഡ്വെയർ അഗെയിൻ സെയിം ആണ്. എന്നാൽ അൺടൂട്ടു സ്കോർ സ്ലൈറ്റ്ലി ബെറ്റർ ടെക്നോടെയാണ്. ഓൾസോ ഇതിൽ 90 FPS ഗെയിമിങ്ങും അൺലോക്ക്ഡ് ആണ് BGMIയിൽ. പ്രാക്ടിക്കലി സ്പീക്കിംഗ് ഇതൊന്നും ഡേ ടു ഡേ യൂസേജിൽ തിരിച്ചറിയാൻ പറ്റാത്ത വ്യത്യാസങ്ങളാണ്. ഇനി ഗെയിമിംഗ് ആയാലും 60 FPS മേലേക്ക് പോകുമെന്നേ ഉള്ളൂ, അല്ലാതെ സ്റ്റേബിൾ പെർഫോമൻസ് കിട്ടില്ല. അങ്ങനെ കിട്ടുമായിരുന്നെങ്കിൽ 25,000 രൂപ കൊടുത്ത് ഐക്യൂനിയോ 10R ഒന്നും ഗെയിമേഴ്സ് വാങ്ങില്ല. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഫിനിക്സിന്റെ കേസിൽ ബേസ് വേരിയന്റിൽ തന്നെ 8 GB റാം വരുന്നുണ്ട്. അതേസമയം ടെക്നോയിൽ വെറും 6 GB മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ക്യാമറ സെക്ഷൻ നോക്കുകയാണെങ്കിൽ അഗെയിൻ ഹാർഡ്വെയറിൽ ഒരു മാറ്റവും ഇല്ല. ഇമേജ് പ്രോസസ്സിംഗ്, കളേഴ്സ്, ഡീറ്റെയിൽസ് എല്ലാം ഡിക്റ്റോ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് യെസ്, ഫോർ ദ പ്രൈസ് നല്ല ക്യാമറാസ് ആണിവ. ഇനി വ്യത്യാസം വരുന്നത് വീഡിയോയിലാണ്. രണ്ട് ഫോണുകളിലും 4K 30 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബോത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക്. പക്ഷെ സ്റ്റെബിലൈസേഷൻ കുറച്ചെങ്കിലും ഉള്ളത് ടെക്നോയിലാണ്. ആൻഡ് നോ, രണ്ട് ഫോണിലും OIS വരുന്നില്ല. സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുവാണെങ്കിൽ രണ്ടുപേരും Android 15 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. പക്ഷെ അപ്ഡേറ്റ് പ്രോമിസ് നോക്കുവാണെങ്കിൽ ടെക്നോ പിന്നിലാണ്. ഓൺ എ സൈഡ് നോട്ട്, ഇൻഫിനിക്സ് പ്രോമിസ് ചെയ്യുമെങ്കിലും പൊതുവെ അവർ തരുന്ന കൂട്ടത്തിലല്ല. ഇനി സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നോക്കുവാണെങ്കിൽ ഇൻഫിനിക്സിന്റെ XOS ക്ലീൻ ആണ്. ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബ്ലോട്ട്വെയറുകൾ മാത്രമേ ഇതിലുള്ളൂ. അൺലൈക്ക് ടെക്നോ, ആപ്പ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ആനിമേഷൻസ് രണ്ടിലും ഉണ്ട്. ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് രണ്ട് സോഫ്റ്റ്വെയറിലും കാണാൻ സാധിക്കും. അതായത് ബേസിക് ആയിട്ടുള്ള സർക്കിൾ ടു സെർച്ച്, AI അസിസ്റ്റന്റ്, AI ട്രാൻസ്ലേറ്റർ, AI വാൾപേപ്പർ ജനറേഷൻ, AI ഇറേസർ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ AI ഇറേസറും AI ഇമേജ് എക്സ്റ്റൻഡറും ഒക്കെ വരുന്നത് 8 GB വേരിയന്റിലാണ് ടെക്നോയുടെ കേസിൽ. കണക്ടിവിറ്റി നോക്കുവാണെങ്കിൽ ടെക്നോയിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നത് NFC ആണ്. ബാക്കിയെല്ലാം രണ്ട് ഫോണുകളിലും സെയിം ആണ്. മറ്റുള്ള സ്പെസിഫിക്കേഷൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇൻഫിനിക്സിന്റെ കേസിൽ JBL ട്യൂൺ ചെയ്തിരിക്കുന്ന സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ടെക്നോയുടെ കേസിലേക്ക് ഡുവൽ സ്പീക്കേഴ്സ് ആണ് വിത്ത് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട്. എനിവേ, സൗണ്ട് ഔട്ട്പുട്ട് രണ്ടുപേരുടെയും നല്ലതാണ്. ഇനി ഇതെല്ലാം സമ്മറൈസ് ചെയ്ത് പറയുവാണെങ്കിൽ നല്ല ബിൽഡ് ക്വാളിറ്റി, ക്ലീൻ സോഫ്റ്റ്വെയർ, 8 GB റാം ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ ഗോ ഫോർ ഇൻഫിനിക്സ്. അതല്ല 90 FPS അൺലോക്ക് ചെയ്തിട്ടുള്ള BGMI ഗെയിമിംഗ്, കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോ റെക്കോർഡിംഗ്, NFC, പിന്നെ ആ പ്രീമിയം ഡിസൈൻ, ഇതൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എങ്കിൽ ഗോ ഫോർ ടെക്നോ. ബട്ട് ദെൻ 6 GB റാം മാത്രമേ കിട്ടുകയുള്ളൂ.